ചെറുപ്പക്കാരികളെ ചിന്തിക്കണം, സഹോദരിമാരെ ചിന്തിക്കണം. പേക്കൂത്തുകൾ നടത്തിയിട്ട് അറയിൽ കൂടുന്നവരിൽ നിന്ന് പേക്കൂത്തുകൾ കാണിക്കുന്ന തലമുറയില്ലാതെ എങ്ങനെ ജനിച്ചു വീഴാൻ? ഇതല്ലേ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. കരയുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപക്ഷെ നാളെ ഞാൻ ഈ സമയത്ത് കിടക്കേണ്ടി വരിക ആ അറയിലായിരിക്കുമല്ലോ എന്ന ചിന്തയാണ് ഫാത്തിമയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ രാത്രി തന്നെ കരച്ചിലിന്റെ രാത്രിയാണ്. അവസാനത്തെ രാത്രിയും കരച്ചിലിന്റെ രാത്രി തന്നെയായിരുന്നു. അവസാനത്തെ രാത്രിയെ കുറിച്ച് നമ്മൾ കടന്നു വരുമ്പോൾ അത് പറയും, അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, ഈ നേതാവിനെ അനുസരിക്കാൻ ഈ ഉമ്മത്തിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായി താമസം. അവർ താമസിക്കാറുള്ളത് റസൂലുള്ളാഹിന്റെ വീട്ടിലാണ്. കാരണം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വലിയ സൗകര്യമൊന്നുമില്ല. അബൂ താലിബിന് ധാരാളം മക്കളുണ്ട്. വീടാണെങ്കിലോ വളരെ ചെറിയ വീടാണ്. എല്ലാവർക്കും കൂടെ അവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ വീട്ടിലാ താമസിപ്പിക്കുക. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ മകളെ വിവാഹം കഴിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം മുഴുവൻ എന്റെ ഭാരം താങ്ങി, ഇപ്പോഴും എന്റെ ഭാരം താങ്ങുന്നത് റസൂലുള്ള തന്നെയാണല്ലോ. വല്ലാത്ത പ്രയാസമുണ്ട് അലിക്ക്. മകളെയും കൂട്ടിയിട്ട് ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ വീട്ടിലേക്ക് പോയാൽ വീടിന്റെ ഗതി റസൂലുള്ളാഹിന്റെ മകൾക്ക് അനുയോജ്യമായ അവസ്ഥ അവിടെയില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മടിച്ചു നിന്നു. ഇടക്കിടക്ക് സ്വന്തം വീട്ടിൽ പോയി വരും. ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു, അലിയെ നീ എന്താ ഇവിടെ നിൽക്കാത്തത്, എന്റെ കൂടെ നിൽക്കാത്തത്? അതിലും വലിയ പ്രയാസമുണ്ടാക്കി അലി റളിയല്ലാഹു അൻഹുവിന്. ഏതായാലും അതാ ലോക നേതാവിനെ സയ്യിദുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ കിടക്കാൻ റൂമില്ല. നവമിഥുനങ്ങളാണ്. പുതിയ ഭാര്യയും ഭർത്താവുമാണല്ലോ. കിടക്കാൻ അവർക്ക് റൂമില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അവർ വീടിന്റെ ഏതെങ്കിലും ഒരു ചെരുവിൽ കിടന്നുറങ്ങും. ചിന്തിക്കണം, ആര് ഹബീബായ റസൂലുള്ളാഹിന്റെ പുണ്യമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉഹദ് പർവ്വതങ്ങളൊക്കെ വന്ന് ചോദിച്ചല്ലോ നബിയോട്, നബിയെ ഞങ്ങൾ അങ്ങേക്ക് സ്വർണ്ണമായി മാറട്ടെയോ, അങ്ങെന്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ദിവസങ്ങളോളം വീട്ടിൽ പുക വരാതെ ആയപ്പോൾ പട്ടിണി കിടന്ന് വിഷമിക്കേണ്ടി വന്നപ്പോൾ ഉഹദ് പർവ്വതങ്ങൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടണം, ഞങ്ങൾ അങ്ങേക്ക് സ്വർണ്ണമായി മാറട്ടെയോ? അപ്പൊ റസൂലുള്ള പറഞ്ഞതെന്താ? വേണ്ട. അല്ലാഹുമ്മ ഹൈനി മിസ്കീന വഅമിത്നി മിസ്കീന വൽഹഖനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ എന്ന് ദുആ ചെയ്ത നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ, ലോകത്തിന്റെ നേതാവ്, സ്വർഗ്ഗത്തിന്റെ നേതാവ് കിടക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മണ്ണിൽ ഈത്തപ്പനയോലയുടെ പായ വിരിച്ചുകൊണ്ടായിരുന്നു. മണ്ണിൽ ഈത്തപ്പനയോലയുടെ പായ വിരിച്ചുകൊണ്ടാ കിടന്നത്. വളരെ പ്രയാസകരമായിരുന്നു ജീവിതം. റസൂലുള്ളാഹിയുടെ ഫാത്തിമയെ കാണാൻ വേണ്ടി വരും. ഫാത്തിമയുടെ അടുത്ത് വന്നാൽ റസൂലുള്ള ചോദിക്കും, മോളെ എന്തെല്ലാം ഉണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ മകൾ പറയും, ഉപ്പ അൽഹംദുലില്ലാ വളരെ സുഖമാണ്. ഭർത്താവിന്റെ വീട്ടിലെ പരാതികൾ പിതാവിനോട് പറഞ്ഞില്ല, വേവലാതികൾ പറഞ്ഞില്ല, അസൗകര്യങ്ങൾ പറഞ്ഞില്ല. എപ്പോഴും പറയും പിതാവിനോട് പരമസുഖമാണ്. കാരണം ഭർത്താവിനെ അത്ര ഇഷ്ടപ്പെട്ടയാളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒന്നുകൊണ്ടുമല്ല, ഒന്ന് തന്റെ ഹബീബ് തന്റെ പിതാവിന് ഇഷ്ടപ്പെട്ടയാളാണ് അലി. അതുകൊണ്ട് ഫാത്തിമ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, അതിനാണല്ലോ വലിയനെ അല്ലാഹു നിയമിച്ചത്. വലിയ വേണമെന്ന് പറയാൻ കാരണം എന്താ? ചെറുപ്പക്കാരികൾ തോന്നുന്നവന്റെ കൂടെ പോവുകയല്ല ചെയ്യേണ്ടത്. പിതാവാരെയാണോ തെരഞ്ഞെടുക്കുന്നത് അവനെ ഭർത്താവായി സ്വീകരിക്കുന്നവളാണ് ഫാത്തിമയുടെ മാതൃക സ്വീകരിക്കുന്നവൾ. അവളാണ് ഫാത്തിമയുടെ വഴിയെ സഞ്ചരിക്കുന്നവൾ റളിയല്ലാഹു അൻഹ. അതിനാകട്ടെ ഇന്നത്തെ ഉമ്മത്തിന് കഴിവുണ്ടാകട്ടെ എന്ന്, ത്രാണിയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ പരിചയപ്പെട്ടവൻ, കോളേജ് ക്യാമ്പസിൽ നിന്ന് പ്രേമത്തിലൂടെ പരിചയപ്പെട്ടവർ, പ്രേമം കൈമാറിയവർ,
അവർ തന്നെ വിവാഹം കഴിക്കണമെന്ന് ശാഠ്യം പിടിച്ച് കുടുംബത്തിൽ നാശമുണ്ടാക്കുന്നവർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഴി തെരഞ്ഞെടുത്തവളല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്ത് നബിയുടെ മകളുടെ വഴി എന്തായിരുന്നുവെന്നറിയുമോ? പിതാവ് ഇഷ്ടപ്പെട്ട ഭർത്താവിന്റെ കൂടെ ജീവിച്ചു, എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്തു, എന്തിനും സന്തോഷം കണ്ടെത്തി. പക്ഷേ ഫാത്തിമ ബീവിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഏതൊരു പെണ്ണിനും ഉള്ള ആഗ്രഹമാണല്ലോ അത്. സ്വന്തം വീടുണ്ടാക്കി താമസിക്കാനുള്ള ആഗ്രഹം, സ്വന്തമായൊരു വീടുണ്ടാക്കി താമസിക്കാൻ എന്തൊരാഗ്രഹം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് ആ വിവരം പറയും. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? അലിക്ക് അങ്ങനെ വീടെടുത്തു കൊടുക്കാനും കഴിയും? അലി റളിയല്ലാഹു അൻഹു കേവലം ഈത്തപ്പനത്തോട്ടത്തിൽ പോയി നനച്ചു കിട്ടുന്ന കാശ് തന്നെ, പുല്ലറിഞ്ഞുകൊണ്ട് വന്ന് വിറ്റിട്ട് കിട്ടുന്ന തുണ്ട കാശ് തന്നെ ജീവിതത്തിന് തികയില്ല. പിന്നെ അലിയോട് വീടിന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് ഫാത്തിമ ബീവിക്ക് തോന്നി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ കാര്യം പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത മനസ്സിൽ വല്ലാത്ത പ്രയാസമാണ്. അലി ചിന്തിക്കും, ഫാത്തിമ എത്ര സൗകര്യത്തിൽ ജീവിക്കേണ്ടവളാണ്, ഫാത്തിമക്ക് വിചാരിച്ച ഭർത്താവിനെ കിട്ടില്ലേ? ലോകത്തിന്റെ ഗുരുവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളല്ലേ? അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഇത് ഫാത്തിമ ബീവിക്ക് മനസ്സിലായപ്പോൾ വീടിന്റെ കാര്യം പറയുമ്പോൾ അലിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കും അലി. കാരണം എന്താ? അതിനുള്ള കഴിവൊന്നും അലിയുടെ കയ്യിലില്ല. അങ്ങനെ ഒരു സ്വത്തുള്ള വാപ്പാന്റെ മകനുമായിരുന്നില്ല അലി. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷമം മനസ്സിലാക്കിയപ്പോൾ ഫാത്തിമ ബീവി പിന്നെ അത് പറയുന്നതില്ലെന്ന് പിന്തിരിഞ്ഞു. പിന്നീട് ഒരിക്കൽ ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അങ്ങേക്കൊരു വീടെടുക്കാനൊന്നുമുള്ള കഴിവില്ല എന്നെനിക്കറിയാം. അങ്ങയുടെ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടനുമാണ്, അങ്ങയോടൊപ്പമുള്ള ജീവിതത്തിൽ എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. പക്ഷേ എൻ്റെ പിതാവിനോട് പറഞ്ഞാൽ, മുത്തുനബിയോട് പറഞ്ഞാൽ നമുക്കൊരു വീട് തരപ്പെട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് പറയാം, നിങ്ങളൊന്ന് പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയില്ല റസൂലുള്ളാഹിനോട്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു വീട് ശരിപ്പെടുത്തി തരണമെന്ന് ഞാൻ എങ്ങനെ പറയും ഫാത്തിമ? ഞാനത് പറയില്ല. ഫാത്തിമയുടെ അടുത്ത് വന്നിട്ട് യുദ്ധത്തിന് പോകാറുണ്ടായിരുന്നുള്ളൂ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ പള്ളിയിൽ വരും, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഫാത്തിമയുടെ വീട്ടിൽ പോകും. പൊന്നുമോളെ പിടിച്ച് ചുംബിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോലും റസൂലുള്ള തിരിച്ചു വരാറുണ്ടായിരുന്നുള്ളൂ. അത്ര വലിയ ബന്ധമായിരുന്നു ഫാത്തിമ ബീവിക്ക്. ആലോചിക്കണം നമ്മൾ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമത്തു ഖത്അത്തുൻ മിന്നി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ടമാണ്. ആരെങ്കിലും ഫാത്തിമയെ ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ അവൻ എന്നെ സന്തോഷിപ്പിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഫാത്തിമയാണ് റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയത്. മോളോട് വിശേഷം ചോദിച്ചോ? മോള് പറഞ്ഞു, ഉപ്പ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. വളരെ മടിച്ചുകൊണ്ടാ പറയുന്നത്. മോളോട് ഉപ്പ ചോദിച്ചു, എന്തേ മോളെ നിന്റെ വിശേഷം, എന്ത് കാര്യമാണ് നീ പറയാൻ വന്നത്? അപ്പൊ പറഞ്ഞു, ഉപ്പ എനിക്ക് സ്വന്തമായൊരു വീട്ടിൽ താമസിക്കണമെന്നൊരാഗ്രഹമുണ്ട് പിതാവേ, പ്രിയപ്പെട്ട പിതാവേ. അലിക്കാണെങ്കിൽ ഒരു വീടൊന്നും എടുത്തു തരാൻ കഴിയില്ല, അതിനുള്ള സാമ്പത്തികം അലിയുടെ കയ്യിലില്ലല്ലോ. നിത്യജീവിതം തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ, അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്നത് അങ്ങയുടെ സ്വഹാബികളിൽ അങ്ങയോട് ഏറ്റവും അടുത്തൊരു സുഹൃത്താണല്ലോ. അവരുടെ അടുത്ത് 2 വീടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹബീബിന്റെ പ്രിയപ്പെട്ട പിതാവേ, സ്വന്തമായ വീട്ടിൽ താമസിക്കാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം, അത് സാധിക്കാൻ അങ്ങ് വിചാരിച്ചാൽ കഴിയും. ഹാരിസത്തിനോട് ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടൊന്ന് വിട്ടുതരാൻ അങ്ങ് പറഞ്ഞാൽ ഹാരിസത്ത് വിട്ടുതരും. ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ കളറ് മാറി, ഭാവം മാറി. റസൂലുള്ള പറഞ്ഞു, മോളെ ചിന്തിക്കണം എൻ്റെ സഹോദരങ്ങളെ. റസൂലുള്ള പറഞ്ഞു, മോളെ ഹാരിസത്തിനോട് ഞാൻ ചോദിക്കില്ല. ഹാരിസത്ത് നേരത്തെ എനിക്കൊരു വീട് തന്നതാണ്. ഇനിയും ഹാരിസത്തിനോട് ചോദിക്കാൻ എൻ്റെ ലജ്ജ എന്നെ അനുവദിക്കുന്നില്ല മോളെ. അതുകൊണ്ട് മോളെന്നോടത് പറയരുത്. ആരോടാണ് ഈ പറയുന്നത്? ഫാത്തിമയുടെ ഇഷ്ടമാണ് തന്റെ ഇഷ്ടമാണ് ഫാത്തിമയുടെ ഇഷ്ടം. ഒരിക്കൽ അബൂജഹലിന്റെ മകളെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന ഒരു വാർത്ത പറഞ്ഞു. ഉടനെ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. മോളുടെ കരച്ചിൽ കേട്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, അലി അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കുന്നുണ്ടത്രേ.
ഒരു സ്ത്രീക്ക് ഭർത്താവ് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീത്വത്തിന്റെ സ്വഭാവത്തിലോ അതിനോടുള്ള ഒരു വിരക്തി ഉണ്ടാകുമല്ലോ. ആ വിരക്തി സ്വാഭാവികം ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്നതാണ്. ഫാത്തിമാക്കതുണ്ടായി. ഒരു പുരുഷന് 4 പേരെ വിവാഹം കഴിക്കാമെന്ന് ദീന് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമയുടെ കരച്ചിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞുപോയി. നമസ്കാരം കഴിഞ്ഞു മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ഫമൻ ആദാഹാ ഫഖദ് ആദാനി. ഫാത്തിമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അലി അബൂജഹലിന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി മുഹമ്മദ് നബിയുടെ മകളും മുഹമ്മദിന്റെ മകളും മുഹമ്മദിന്റെ ശത്രുവിന്റെ മകളും ഒരാളുടെ കൂടെ ഒപ്പം വേണ്ട. വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം. എന്റെ ഫാത്തിമയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിമയുടെ കാര്യം ഒഴിവാക്കി തന്നിട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞപ്പോഴേ അലി അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അലി ഓടി, പള്ളിയിൽ നിന്നിറങ്ങോടി. ഫാത്തിമയെ വേദനിപ്പിച്ചവൻ എന്നെ വേദനിപ്പിച്ചവനാണെന്ന് കേട്ടപ്പോഴേക്ക് അലി ഓടി ചെന്നിട്ട് ഫാത്തിമ ബീവിയോട് മാപ്പ് ചോദിച്ചു. റളിയല്ലാഹു അൻഹാ. അതായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമയോട് റസൂലുള്ളാഹി പറയുന്നത്, മോളെ എനിക്ക് ചോദിക്കാൻ എന്റെ ലജ്ജ അനുവദിക്കുന്നില്ല മോളെ. ഫാത്തിമ ബീവി തിരിച്ചുപോയി. ഈ വിവരം ഹാരിഥ എങ്ങനെയോ അറിയാനിടയായി. ഹാരിഥ ഇതറിഞ്ഞ പാടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു വന്നു. പുണ്യ നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ മകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി ഒന്നും പറയുന്നില്ല ഹാരിഥയോട്, ലജ്ജ കാരണം. നബിയേ, അങ്ങയുടെ മകൾക്ക് സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹമുണ്ടെന്നറിഞ്ഞു. അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട് ചോദിക്കാനും പറഞ്ഞിട്ട് അങ്ങ് ലജ്ജയുണ്ട് തിരിച്ചയച്ചതാണ് മോളെ എന്ന് ഞാൻ അറിഞ്ഞു. നബിയേ, ഹാരിഥയ്ക്കുള്ളത് മുഴുവൻ അങ്ങേക്കുള്ളതാണ്. അങ്ങെന്തിനാ ചോദിക്കാൻ മടിക്കുന്നത്? അങ്ങെന്തിനാ അങ്ങയുടെ ആഗ്രഹം എന്നോട് പറയാൻ മടിക്കുന്നത്? ഹാരിഥയുടെ എല്ലാം നബിയെ അങ്ങേക്കുള്ളതാണ്. അതുകൊണ്ട് ആ വീട് ഞാൻ അങ്ങയുടെ മകൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അലിയെയും ഫാത്തിമയെയും അറിയിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ലോകത്തെ സ്വർഗത്തിലെ സഹോദരിമാരുടെ സ്വർഗത്തിന്റെ നേതാവിന് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല. സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല. ഇവിടെ വീടില്ലെങ്കിലും അവിടെ കൊട്ടാരങ്ങളുണ്ട് അവർക്ക്. ഈ വിവരം അറിഞ്ഞപ്പോൾ ഫാത്തിമയും അലി റളിയല്ലാഹു അൻഹുവും സന്തോഷിച്ചു. അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. വീട്ടിലേക്ക് കയറി ചെന്നു. ഒഴിഞ്ഞു കിടക്കുന്ന വീടല്ലേ, ഒന്നുമില്ല. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒന്നുമില്ല. വീട്ടിന്റെ ഉപയോഗ സാധനങ്ങൾ ഒന്നുമില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലോ വാങ്ങാൻ പണമില്ല. ഒരു കട്ടിൽ വാങ്ങാൻ പണമില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ പാകം ചെയ്യാൻ പാത്രം വാങ്ങാൻ പണമില്ല. കിടന്നുറങ്ങുമ്പോ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പുതപ്പ് വാങ്ങാൻ അലിയുടെ കയ്യിൽ പണമില്ല. ഒരു ദിവസം ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അന്ന് അലി അധ്വാനിക്കണം റളിയല്ലാഹു അൻഹു. ഇല്ലെങ്കിൽ അന്നവരെ പട്ടിണിയിലാണ്. ഈ അവസ്ഥ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹി ആ മകളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാണ്. രണ്ടുപേരും പുതിയ വീട്ടിൽ താമസിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി വീട്ടിലേക്ക് ചെന്നു. ഏതാനും ചില സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി ചെന്നത്. ഒരു കട്ടിലും ഒരു പുതപ്പും ഒരു വിരിപ്പും ഒരു വെള്ളപ്പാത്രവും ഒരു ആസ് അതായത് മാവ് കുഴക്കുന്ന ആസനകല്ലും വാങ്ങിച്ചു കൊടുത്തു. 5 സാധനങ്ങൾ റസൂലുള്ളാഹിന്റെ വകയായി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന് നൽകി. അപ്പോഴും റസൂലുള്ളാഹി ചിന്തിച്ചില്ല, ഞാൻ അലിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ബുദ്ധിമുട്ടായല്ലോ എന്നല്ല ചിന്തിച്ചത്. അലിയെപ്പോലെ അലിയെപ്പോലെ ഒരു ചെറുപ്പക്കാരനില്ല എന്നായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞത്. പണത്തിന്റെ കെട്ടല്ല മനുഷ്യനെ അളക്കാറുള്ള മാനദണ്ഡമെന്ന് അളവ് കൂറുന്ന സ്വത്തെന്ന് പറഞ്ഞാൽ നീങ്ങി പോകുന്ന തണലാണെന്ന് പഠിപ്പിക്കുക മാത്രം ചെയ്തതല്ല, സ്വജീവിതത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തയാളാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതാ അവർ വീട്ടിൽ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുകയാണ്.
സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നു. ഹിജ്റയുടെ മൂന്നാമത്തെ വർഷം സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു പിറന്നു വീഴുകയാണ്. ഹിജ്റയുടെ 4ാമത്തെ വർഷം ശഅബാൻ മാസത്തിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞ് ഹിജ്റ 4ാം വർഷം സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുകയാണ്. അതോടുകൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാരം കൂടി. നേരത്തെ തന്നെ ജീവിതത്തിന്റെ ഭാരം ഫാത്തിമ ബീവിയുടെ തലയിലാണ്. കാരണം എന്താ? അതിനാ റസൂലുള്ളാഹി ആസിൻ കല്ല് കൊടുത്തല്ലോ. ഈ ആസിൻ കല്ല് കൊണ്ട് മാവ് കുഴച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റൊട്ടി ഉണ്ടാക്കും വീട്ടിൽ വെച്ച്. ഈ റൊട്ടിയുമായി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോകും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആസ്വദിച്ച് മാവുണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി ആ റൊട്ടിയുമായി അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോകും. ആ റൊട്ടി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ഇതായിരുന്നവരുടെ മറ്റൊരു ഉപജീവനത്തിന്റെ മാർഗം. മക്കൾ ജനിച്ചതോടുകൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാരം കൂടി. 2 മക്കളെയും നോക്കണം. ഒന്ന് ഹസൻ, മറ്റൊന്ന് ഹുസൈൻ. 2 കേവലം 1 വയസ്സ് മാത്രം വ്യത്യാസമാണുള്ളത്. കുട്ടികൾ കരയുമ്പോൾ അവരെ സമാധാനിപ്പിക്കണം, താലോലിക്കണം, അവർക്ക് മുലപ്പാല് കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കണം. അതേപോലെ അതിനപ്പുറം ജീവിതത്തിന് ഓരോ ദിവസവും എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ റൊട്ടി ഉണ്ടാക്കി വിൽപ്പന നടത്താൻ അലി റളിയല്ലാഹു അൻഹുവിന് റൊട്ടി ഉണ്ടാക്കി കൊടുക്കണം. അതിനെ ആസ്വദിക്കണം. വല്ലാത്ത പ്രയാസം. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. ആ പ്രയാസത്തിൽ പോലും അല്ലാഹുവിനെ മറന്നില്ല മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചെയ്യേണ്ട കർമ്മങ്ങളിലും ചെയ്യേണ്ട ബാധ്യതകളിലും ഒരു വീഴ്ച പോലും വരുത്തിയില്ല സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് റസൂലുള്ളാഹിനെ നിസ്കരിക്കാൻ വിളിക്കാൻ വരാൻ വൈകി. ഹദീസിൽ കാണുന്ന ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആണല്ലോ സുബഹി നമസ്കാരത്തിന് വേണ്ടി വിളിക്കാൻ വരാറുള്ളത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വരാൻ വൈകിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ബിലാലെ എന്തേ താമസിച്ചു പോയത്? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോൾ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഫാത്തിമയുടെ കുട്ടി കരയുന്നത് ഞാൻ കേട്ടു നബിയേ. കുട്ടി കരയുന്നുണ്ട്, കുട്ടി വല്ലാതെ കരയുന്നു. ഫാത്തിമയാണെങ്കിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ? സുബഹിയുടെ സമയത്ത്. എന്തിന്? മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആസ്വദിക്കുകയാണ്. ആസ്വദിച്ച് റൊട്ടി ഉണ്ടാക്കിയിട്ട് വേണം മറ്റു ഭക്ഷണം പാകം ചെയ്യാൻ. ഇത് വിൽക്കാൻ അലിയെ പറഞ്ഞേക്കാൻ അർദ്ധരാത്രി എഴുന്നേറ്റ് മാവ് കുഴക്കുകയാണ് ഫാത്തിമ. അപ്പോഴാണ് കുട്ടികൾ കരയുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ, രണ്ടും കൂടെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്തു ചെന്ന് ഫാത്തിമയോട് പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ആസ്വദിച്ചു തരാം കുറച്ച് സമയം, അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിമ എന്നോട് പറഞ്ഞു, ബിലാലെ, നിങ്ങൾ ആസ്വദിച്ചോളൂ, മകനെ ഞാനൊന്ന് താലോലിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ എടുത്തിട്ട് മകന്റെ കരച്ചിലടങ്ങുന്നത് വരെ ഞാനൊന്നവിടെ ഫാത്തിമയെ സഹായിച്ചു കൊടുത്തു നബിയേ. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയതെന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതായിരുന്നവരുടെ ജീവിതം. പക്ഷെ ഈ ഘട്ടത്തിലൊന്നും റബ്ബിനെ മറന്നില്ല, ബാധ്യതകൾ പോലും ഒഴിവാക്കിയില്ല. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മക്കൾ കരയുമ്പോൾ ഹസൻ ഹുസൈൻ 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസമാണല്ലോ. 2 പേരും തൊട്ടിൽ കിടക്കുന്ന പ്രായമാണ്. അപ്പോഴാണ് അവർ കരയുമ്പോൾ 2 പേരെയും തൊട്ടിലിടും. 2 തൊട്ടിലും കയറുകൊണ്ട് ബന്ധിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാലിന്റെ തള്ളവിരലിൽ പിടിക്കും. എന്നിട്ടോ ഒരു കൈ കൊണ്ട് ആസ്വദിക്കുന്നുണ്ടാകും, മറു കൈ കൊണ്ട് റൊട്ടി ചുടുന്നുണ്ടാകും, നാവ് കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നുണ്ടാകും. ഇതായിരുന്നു ഫാത്തിമ. ഫാത്തിമ ഫാത്തിമ ലഖത്തെ ജിഗറെ മുസ്തഫ. ഫാത്തിമ ഫാത്തിമ ഹിബ്ബേ റസൂലേ മുസ്തഫ. അല്ലാഹുവിന്റെ കരയിന്റെ ഘട്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതമായിരുന്നു ഇത്. കേവലം മംഗല രാത്രിയാകുമ്പോൾ വിശുദ്ധ ഇസ്ലാമെല്ലാം ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുന്നവൾ, മൈലാഞ്ചിയുടെ പേരിൽ അന്യപുരുഷൻ പോലും ശരീരത്തിൽ വന്ന് സ്പർശിക്കുമ്പോൾ കയ്യനക്കാത്തവൾ, അതിൽ ലജ്ജനാത്തവൾ. ഈ സമുദായത്തിലെ തെണ്ടികളും തമ്മാടിനികളുമാണവർ. എങ്ങനെ അന്യപുരുഷന്റെ ശരീരം, നിന്റെ ശരീരം അന്യപുരുഷന് സ്പർശിക്കാൻ എന്തവകാശം?
എന്തവകാശം? നിന്റെ മാതാവിന്റെ സഹോദരിയുടെ മകനാണ്, നിനക്ക് സ്പർശിക്കാൻ അവകാശമില്ല, തൊടാൻ അല്ലാഹു അധികാരം തന്നിട്ടില്ല. നീ എന്ത് മാമൂലിന്റെ പേരില് നിന്റെ മാംസളമായ ശരീരത്തിൽ കൈവക്കാൻ അവകാശം കൊടുക്കുന്നത്? ആദ്യ രാത്രി തന്നെ വിശുദ്ധ ഇസ്ലാം കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ സമൂഹത്തിന് ഫാത്തിമ ബീവിയുടെ ജീവിതം മാതൃകയാവേണ്ടതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്റെ സഹോദര. അങ്ങനെ വീട്ടിൽ അവർ താമസിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേർക്കും ഒരു ദിവസം രോഗം വന്നു. രോഗം മൂർജിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോമ്പ് നേർച്ചയാക്കി. 3 നോമ്പ് നേർച്ചയാക്കി. എല്ലാവരും രോഗം സുഖപ്പെട്ടാൽ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി. അത്ഭുതകരമായി രോഗം സുഖമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും കുടുംബവും നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 4 പേരും നോമ്പനുഷ്ഠിച്ചിരിക്കുകയാണ്. അന്ന് പകലവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഞാൻ പോയി അന്വേഷിച്ചു വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. നമ്മുടേത് വിഷയമല്ല, മക്കൾ എങ്ങനെ പട്ടിണി കിടന്ന് നോമ്പ് നോൽക്കുകയില്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു പോയി തിരിച്ചു വരികയാണ്. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഫാത്തിമ ബീവി കാത്തിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏതാനും ചില റൊട്ടി കഷ്ണങ്ങളുണ്ട്. അതുമായാണ് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് വാങ്ങി മക്കൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമ്പോഴതാ വീടിന്റെ വാതിലിൽ വന്നൊരാൾ വിളിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ മോളെ വാതിലൊന്ന് തുറക്കുമോ? വാതിൽ തുറന്നു നോക്കുമ്പോൾ വിഷം നുട്ടിയ വയറുമായി ഒരാൾ വന്നതാണ്. അയാൾ പറഞ്ഞു, മോളെ ഇത് റസൂലുള്ളാഹിന്റെ മോളെ വീടല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാനത് അന്വേഷിച്ചു വന്നതാണ്. റസൂലുള്ളാഹിന്റെ മോളടുത്ത് വന്നാൽ എന്നെ വെറുതെ മടക്കില്ലെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ആ വിചാരം ഉറപ്പെനിക്കുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വിശന്ന് ഇരുപരി കൊള്ളുകയാണ് ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തരാതിരിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെടഞ്ഞു മരിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഉടനെ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇന്നലെ അത്താഴം കഴിക്കാൻ പോലും ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് നോമ്പ് നോറ്റ മക്കളാണ്. ആ 2 മക്കളുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതാ അവർക്ക് തിന്നാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച റൊട്ടി കഷ്ണം ആ പാവപ്പെട്ട മനുഷ്യൻ എടുത്തു കൊടുക്കുകയാണ്. അവർക്കന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. പിറ്റേ ദിവസവും അവർ നോമ്പ് നോൽക്കുകയാണ്. പട്ടിണി കിടന്ന് തന്നെ മക്കളാകെ തളർന്നു പോവുകയാണ്. 2ാം ദിവസവും അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി തിരിച്ചു. അന്ന് എന്തെങ്കിലും കിട്ടണം, മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് കരുതി പോയി. അങ്ങനെ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഏതാനും ചില കാരക്കകൾ മാത്രമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളത്. നോമ്പ് തുറക്കാൻ സമയമായി. ബാങ്ക് വിളിക്കുന്നതും കാത്തിരിക്കുകയാണവർ. അങ്ങനെ അതാ ബാങ്ക് വിളിക്കുന്നതും കാറ്റ്. പക്ഷേ ഈ കായ്താനും കാരക്കയുടെ ചുറ്റുഭാഗത്തും അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 4 പേരും കൂടെ ചുറ്റും ഇരുന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്കിനോടടുത്ത സമയം ഒരാൾ വന്നുകൊണ്ട് വാതിലിന് മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ യതീമായൊരു പെഞ്ചുകുട്ടിയാണ്. കുട്ടി വന്നിട്ട് പറയുന്നു, ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ എനിക്ക് എന്റെ പിതാവില്ല, എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരാൻ ഉമ്മയില്ല, ഞാൻ യതീമാണ്, അതുകൊണ്ട് എനിക്ക് വല്ലതും തരണേ, വിശന്നിട്ട് നിർവാഹമില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് ആ ഭക്ഷണം നേരെ എടുത്ത് യതീമായ കുട്ടിയുടെ കയ്യിലേക്ക് നീട്ടിക്കൊടുത്തു. അന്നും അവരെ പട്ടിണി കിടന്നു. 3ാം ദിവസമാവുകയാണ്. നോമ്പ് നോറ്റിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ആകെ വിളർത്തു പോയിട്ടുണ്ട്, അവശരായി പോയിട്ടുണ്ട് അവർ 2 പേരും. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമക്കാണെങ്കിലോ കരച്ചിൽ വരുന്നുണ്ട് റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു പോയി എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരണം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വൈകുന്നേരം തിരിച്ചു വരുന്നു. ഏതാനും മുന്തിരിയാണെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ വളരെ വളരെ ക്ഷീണിച്ചവശനായ ഒരു ബന്ധനസ്ഥനായ ആൾ വരികയാണ്. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ബന്ധനത്തിലായിരുന്നു, അവരൊന്നും എനിക്ക് തന്നില്ല, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മകളെ എന്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും തരണം. ആ മുന്തിരിയും എടുത്തവർക്ക് അങ്ങ് കൊടുത്തു. ഇതായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിലും ശരീരപ്രകൃതത്തിലും ഒക്കെയും റസൂലുള്ളാഹിന്റെ അത് തനി നിറമായിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്നെക്കാൾ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തവരായിരുന്നു. എന്തിനേറെ കരഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട് എൻ്റെ സഹോദര. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, പൊന്നുമോളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഹിന്ദിന്റെ മകൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. ഹിന്ദിന്റെ മകളുടെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ഹിന്ദിന്റെ കയ്യിലെ ഈ മോതിരം കണ്ടുകൊണ്ട് മോതിരത്തിന് റസൂലുള്ള ഒരു വടി എടുത്തുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, നരകത്തിന്റെ തീക്കട്ടയാണോ കയ്യിൽ എടുത്തണിഞ്ഞിരിക്കുന്നത്? നരകത്തിന്റെ തീക്കട്ടയാണോ കയ്യിൽ എടുത്തണിഞ്ഞത്? ഹിന്ദിന്റെ മകൾ റസൂലുള്ള കയ്യിലടിച്ച ഈ പരാതിയുമായി ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. ഫാത്തിമയോട് പറഞ്ഞു, റസൂലുള്ള ഞാൻ മോതിരമിട്ട കയ്യിന്റെ വിരലിനെ റസൂലുള്ള അടിച്ചു. ഇത് മകൾ കേട്ടപ്പോൾ മകൾക്ക് മനസ്സിലായി, സ്വർണത്തിന്റെ മോതിരം ഹിന്ദിന്റെ മകൾ ധരിച്ചത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. ആ മാല എങ്ങനെ കിട്ടിയതാണെന്നറിയുമോ? സ്നേഹ സമ്മാനമായി അലി റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം അധ്വാനത്തിൽ നിന്ന് അല്പാൽപം പണം മാറ്റിവെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത ഒരു മാലയാണ് സ്വർണത്തിന്റെ മാല. ഫാത്തിമാക്ക് അത്ര പ്രിയമാണത്. ഇതങ്ങ് കേട്ടപാട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആകെ ശരീരത്തിലുണ്ടായിരുന്ന മാല കൈകൊണ്ടടിച്ചെടുത്തു, പൊട്ടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമാവുകയില്ല എന്ന് ഫാത്തിമാക്ക് മനസ്സിലായി. ഹിന്ദിന്റെ മകളുടെ മോതിരമിട്ട കയ്യിലാണല്ലോ റസൂലുള്ളാഹി അടിച്ചത്. ഇത് ഫാത്തിമാക്ക് മനസ്സിലായപ്പോൾ ഫാത്തിമ മാല കഴുത്തിൽ നിന്ന് ഊരിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് ഇത് കണ്ടപാട് ദേഷ്യം അതിശക്തമായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, മോളെ ഫാത്തിമ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മോളെ? റസൂലുള്ളാഹിന്റെ മോളെ കയ്യിൽ നരകത്തിന്റെ തീക്കട്ട പിടിച്ചിരിക്കുന്നുവെന്ന് ആളുകൾ പറയുന്നത് നിനക്ക് ഇഷ്ടമാണ് മോളെ എന്നായിരുന്നു റസൂലുള്ളാഹി ദേഷ്യം പിടിച്ച് ചോദിച്ചൊരൊറ്റ തിരിഞ്ഞുപോക്ക്. ഫാത്തിമക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല എന്ന്. ഉടനെ തന്നെ ഭൃത്തിനെ വിളിച്ചിട്ട് കയ്യിൽ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുക. വിറ്റിട്ടാ കിട്ടിയ പണം കൊണ്ട് ഒരടിമയെ മോചിപ്പിച്ചു. ആരോ വന്ന് ഈ വിവരം റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാ ഫാത്തിമ മിനന്നാർ. ഫാത്തിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ സ്തുതി അർപ്പിക്കുകയായിരുന്നു. ആകെ ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയുടെ സ്ഥിതിയാണത്. റസൂലുള്ളാഹി ചോദിച്ചത്, നരകത്തിന്റെ തീക്കട്ട കഴുത്തിലണിയുന്നതാണോ നിനക്കിഷ്ടം? സഹോദരിമാരെ, ആഭരണ ഭ്രമം കൊണ്ട് ജ്വല്ലറികൾക്ക് പരസ്യമായി ടൗണിലൂടെ നടക്കുന്ന സഹോദരിമാരെ, ആഭരണത്തിന്റെ സ്വർണമാലകളുടെ കുമ്പാരങ്ങളിൽ നടക്കുന്ന സഹോദരി, ആലോചിക്കൂ. നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മുടെ വീടിനകത്ത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തില്ലേ 50 പവൻ നമ്മൾ ധരിച്ചു പോകുമ്പോൾ, 100 പവൻ ധരിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തില്ലേ സ്വർണം കൊടുക്കാത്തതിന്റെ പേരിൽ വിവാഹം കഴിക്കപ്പെടാനും കഴിയാതെ കണ്ണുനീര് പൊടിച്ചു കഴിയുന്ന 32 വയസ്സായ ചെറുപ്പക്കാരി, നിനക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. നീ ധരിച്ചത് 100 പവന, അതിലൊരു 25 പവൻ നീ അയൽവാസിക്ക് എടുത്തു കൊടുത്താൽ നിന്നെ പോലെ രക്തമുള്ള, മാംസമുള്ള, മജ്ജയുള്ള, വിചാരമുള്ള, ഭർത്താവിന്റെ കൂടെ കിടക്കാൻ ആഗ്രഹമുള്ള, ഭർത്താവിന്റെ സുഖം ആസ്വദിക്കാൻ കഴിവുള്ള നിന്റെ സഹോദരിക്ക് വിവാഹിതയായി കൂടായിരുന്നില്ലേ? ഫാത്തിമയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ള. അല്ലാഹുവിന്റെ ഹബീബിന്റെ മകൾ പട്ടിണി കിടന്ന്, കുഞ്ഞുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരാകെ പട്ടിണി കിടന്ന് വിളർച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് തന്റെ അടുത്ത് വന്ന ആവശ്യക്കാരന് കയ്യിലുള്ള റൊട്ടി കഷ്ണം എടുത്തു കൊടുത്തത്, കയ്യിലുള്ള കാരക്ക കഷ്ണം എടുത്തു കൊടുത്തത്, നോമ്പ് തുറക്കാൻ വേണ്ടി എടുത്തു വെച്ച ആകെ ഉള്ള മുന്തിരിക്കൊല പട്ട വിശക്കുന്നവന്റെ വയറ് കണ്ടിട്ട് എടുത്തു കൊടുത്തത് നമ്മുടെ നേതാവായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ.
ആ വഴി അനുകരിക്കാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതേണ്ടതില്ല. കോടികളുടെ വിവാഹം നടത്തിയിട്ട് പ്ലേറ്റുകൾ എറിഞ്ഞുടച്ച നാട്ടിലും രാജ്യത്തുമാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. കോടികളുടെ കല്യാണം കഴിച്ചിട്ട് പാവപ്പെട്ട അയൽവാസിയുടെ മകൾ തന്റെ മകൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് കണ്ണുനീർ തുടക്കുകയാണ്. എന്റെ പിതാവിന് മാറാരോഗമായതുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചയക്കാനും കഴിഞ്ഞില്ലല്ലോ. ഫാത്തിമയുടെ വഴിയിലേക്ക് കടന്നു വരണം ഈ സമുദായം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതൃകയിലേക്ക് കടന്നു വരണം. അല്ല എങ്കിൽ സ്വർഗം പ്രതീക്ഷിക്കുകയേ ചെയ്യേണ്ടതില്ല. സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ മാനദണ്ഡമല്ല. പരലോകത്ത് എല്ലാ പ്രവാചകന്മാരും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോഴും മഹ്ശറയിൽ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്റെ കാരണം റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ കുറിച്ച് ധാരാളം വിചാരണ പറയാനുണ്ട്, ഒരുപാട് മറുപടി പറയാനുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതിനുശേഷമേ സ്വർഗത്തിലേക്ക് കടന്നു പോകാനും കഴിയൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിമ ബീവിയുടെ വഴി പിന്തുടരാൻ സഹോദരിമാർ സമൂഹത്തെ പ്രേരിപ്പിക്കേണ്ടതാണ്. ചെറുപ്പക്കാരികൾ തയ്യാറാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സ്നേഹനിധിയായിരുന്ന ഫാത്തിമ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ ഹജ്ജിന് റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിതുമ്പിപ്പോയി. കഅബാലയത്തിന്റെ അടുത്തുണ്ടായിരുന്ന തന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടായിരുന്ന താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്തേക്ക് ചെന്നു. മക്കയിൽ ചെന്നപ്പോൾ അവിടേക്ക് ചെന്നപാടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം മനസ്സിലേക്ക് കടന്നു വന്നു. ഫാത്തിമ കണ്ണ് നനയിച്ചു. മക്കയിൽ വെച്ച് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുകയാണ്. മദീനയിലെത്തി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി മാറുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്നു. രോഗിയായി കിടക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കയറി വരികയാണ്. ഫാത്തിമയും റസൂലുള്ളാഹിയും ഭയങ്കര ബന്ധമാണ്. ഫാത്തിമ വരുന്നത് കണ്ടാൽ എത്ര ക്ഷീണമാണെങ്കിലും റസൂലുള്ളാഹിക്ക് ഒരു ഉന്മേഷമാണ്. ഫാത്തിമ ബീവി വീട്ടിലേക്ക് കയറി വരുന്നു. ക്ഷീണിതനായി കിടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ വന്ന കാണാതെ റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. ഫാത്തിമ അടുത്തേക്ക് വിളിച്ചു, മോളെ ആയിഷയുണ്ടപ്പുറത്ത്, മറ്റു ഭാര്യമാരുണ്ടപ്പുറത്ത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വിളിച്ചിരുത്തി, തന്റെ ഓരത്തിരുത്തിയിട്ട് ഫാത്തിമയുടെ വലത് ചെവി തന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് എന്തോ രഹസ്യം പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ഉടനെ അതാ ഇടത്തെ ചെവി തന്റെ ചെവിയോട് തന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു പിടിച്ചിട്ട് മറ്റെന്തോ ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം ഫാത്തിമ ബീവിയുടെ ഇടത് ചെവി പിടിച്ചിട്ട് രഹസ്യം പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞു. രണ്ടാമത് വലത് ചെവി തന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു പിടിച്ചിട്ട് രഹസ്യം പറഞ്ഞു. ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രംഗം കണ്ടു. ആയിഷ ഫാത്തിമയോട് ചോദിച്ചു, എന്താ ഉപ്പ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു തരാമോ? ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹ, ലാ ഉഫ്സി സിർറ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട ഹബീബ് പറഞ്ഞ, പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ രഹസ്യം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിന്നീട് പറഞ്ഞത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടന്നു. ആ രോഗത്തിൽ വഫാത്താവുകയാണ്. അതോടുകൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം തന്നെ താറുമാറിലായി. വല്ലാത്ത വേദന, തന്റെ കരളിന്റെ കഷ്ടമാണ് പോയത്. ഇനി ഫാത്തിമാക്ക് ഭൂമിയിൽ എന്ത് സമാധാനം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അത്താണി നഷ്ടപ്പെട്ടു പോയി. വല്ലാത്ത വേദന. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. പിന്നെ അതിനുശേഷം സ്വസ്ഥമായൊരു ജീവിതം ഒരു ദിവസം പോലും ഫാത്തിമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. റളിയല്ലാഹു അൻഹ എപ്പോഴും ദുഃഖിച്ചിരിക്കും. അലി റളിയല്ലാഹു അൻഹ ചോദിക്കും, എന്താണ് ഫാത്തിമ? അപ്പോൾ പറയും, എന്റെ പ്രിയപ്പെട്ട ഉപ്പ പോയില്ലേ, ഇനി എനിക്കാരാണെന്ന് ചോദിച്ചു കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴുക്കും. അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി റസൂലുള്ളാഹിന്റെ വഫാത്ത്
അതാണ് ഫാത്തിമയെ വല്ലാതെ വേദനിപ്പിച്ചത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, അന്ന് റസൂലുള്ളാഹി നിന്നോട് പറഞ്ഞ രഹസ്യം എന്തായിരുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എന്നെ ആദ്യം ഇടത് ചെവിയിലൂടെ എന്നോട് പറഞ്ഞ രഹസ്യം, ഫാത്തിമ ഞാൻ മരിക്കാൻ പോകുന്നുവെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. എല്ലാ കൊല്ലവും ജിബ്രീൽ അലൈഹിസ്സലാം ഒരു തവണ എന്റെ അടുത്ത് വരാറുണ്ട്. ഈ വർഷം 2 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ സൂചനയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് എന്നോട് പിതാവ് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത്. രണ്ടാമത് എന്റെ വലതു ചെവിയിൽ എന്നോട് പറഞ്ഞത്, ഫാത്തിമ നിന്നെ സന്തോഷിപ്പിക്കുകയില്ലേ, ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു. കല്ലംതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു. അൻ അവ്വലി മൻ യൽഹഖുനി മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് ആരാണെന്ന് ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു. അപ്പോൾ എന്റെ റബ്ബിനോട് പറഞ്ഞത് നീയാണ് ഫാത്തിമ എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നിന്നെ സന്തോഷിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഏതായാലും വഫാത്തോടുകൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആകെ തളർന്നു പോയി. ഇടക്കിടക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് പോകും. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് പോയി റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലും. അവിടെ വെച്ച് ദുആ ചെയ്യും. കണ്ണുനീർ പൊടിക്ക് തിരിച്ചു വരും. വഫാത്തിനോടനുബന്ധമായ ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് പിതാവിന്റെ അടുക്കൽ ഒന്ന് പോയി വരാം. ഫാത്തിമ ബീവി അവശയായിട്ടുണ്ട്, ടെൻഷൻ കാരണം ക്ഷീണിതയായിട്ടുണ്ട്. മക്കളെയും അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് അവിടെ ചെന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ അടുത്ത് ചെന്നിട്ട് സലാം ചൊല്ലി. ഫാത്തിമ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മക്കളും കരയാൻ തുടങ്ങി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വല്ലാത്ത സ്നേഹം നൽകിയ ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞത്, എൻ്റെ ഹസനെയും എൻ്റെ ഹുസൈനെയും ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചവനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 2 മക്കൾക്കും റസൂലുള്ളാഹിന്റെ വേർപാട് ഓർക്കാനും കഴിയുമായിരുന്നില്ല. എന്തിനേറെ റസൂലുള്ളാഹി നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ തോളിൽ കയറിയിരിക്കും. തോളിൽ കയറിയിരുന്നാൽ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ 2 പേരും ഇറങ്ങുന്നത് വരെ ഒന്നുകിൽ സുജൂദിൽ കിടക്കും, അല്ലെങ്കിൽ അവർ 2 പേരെയും മെല്ലെ തോളിൽ നിന്ന് ഇറക്കി വെക്കും. എന്നിട്ട് റസൂലുള്ളാഹി എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല, അവരെ വേദനിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇടക്കിടക്ക് അവരോടൊപ്പം കളിക്കും. എങ്ങനെ കളിക്കുമെന്നറിയുമോ? താൻ ഒരൊട്ടകത്തെ പോലെ ആരാണിതെന്ന് ചിന്തിക്കണം നമ്മൾ. സയ്യിദേ സുഫേദ് മർദമാൻ, സയ്യിദേ സിയാഹ് മർദമാൻ, സയ്യിദേ സിയാഹ് മർദമാൻ, സയ്യിദേ സുഫേദ് മർദമാൻ. ലോകത്തിന്റെ മുഴുവൻ നേതാവ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി, അറേബ്യയുടെ ചെങ്കോൽ എന്തിയ രാജാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ചിന്തിക്കണം. ഭൂമിയിൽ ഒട്ടകത്തെ പോലെ കിടക്കും. 2 കാലും 2 കൈയും കുത്തിയിട്ട് കിടന്നു കൊടുക്കും. അപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ 2 പേരും വന്ന് റസൂലുള്ളാഹിന്റെ പുറത്ത് കയറിയിരിക്കും. അവരെ പുറത്ത് കയറ്റിയിട്ട് മൃഗത്തിന്റെ പുറത്ത് സഞ്ചരിപ്പിക്കുന്ന പോലെ അവരെ സഞ്ചരിപ്പിച്ച് കളിപ്പിക്കുമായിരുന്നു. ആര്? ലോകത്തിന്റെ നേതാവ്. യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിന് മുമ്പ് ശത്രുക്കളെ എങ്ങനെ തുരത്തണം എന്ന് ചിന്തിക്കുന്നതിനിടയിൽ രാജ്യത്തിന്റെ കാര്യങ്ങളും സമൂഹത്തിന്റെ കാര്യങ്ങളും മനുഷ്യത്വത്തിന്റെ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന്റെ ഇടയിലും ഈ 2 മക്കൾക്കും സ്നേഹം നൽകാൻ മറന്നുപോയില്ല ഹബീബ്. അതുകൊണ്ട് തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കരയാൻ തുടങ്ങി. 2-4 പേരും കൂടെ കരയുകയാണ്. കരഞ്ഞു. അവർ വീട്ടിലേക്ക് ദുആ ചെയ്ത് തിരിച്ചുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെത്തി. ആകെ ക്ഷീണിതയായി അവശയായി കടന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു റാഫി എന്ന സഹോദരിയോടും അസ്മായോടും വരാൻ പറഞ്ഞു.
അന്ന് അവർ സിയാറത്ത് ചെയ്ത് തിരിച്ചുപോയ രാത്രിയിൽ പിന്നെ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹും രാത്രി റൂമിലേക്ക് കയറി അലി റളിയല്ലാഹു അൻഹും രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ ഓരോ സമയവും സന്ദർഭവും ഓർക്കാൻ തുടങ്ങി. ഓർത്തിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ പൊരുത്തപ്പെടിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, ഇനി ഞാൻ അധിക നാൾ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അങ്ങയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവും ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായി. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി കിടന്നുറങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നു. ഫാത്തിമയെ കണ്ടു റളിയല്ലാഹു അൻഹ ചോദിച്ചു, അലി എവിടെ റളിയല്ലാഹു അൻഹു? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പ ചെറിയ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്, വന്നിട്ടില്ല. പോയി നോക്കുമ്പോൾ പള്ളിയിൽ നിലത്ത് കിടക്കുകയാണ്. ആരും? പാവപ്പെട്ടവനായ അലി പള്ളിയിൽ മണ്ണിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി ചെന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭാര്യയും മകളും മകളുടെ ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് മാതൃക കാണിച്ച പ്രവാചകൻ അലിയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ അലിയെ ഇവിടെ വന്ന് കിടക്കുന്നത്? അങ്ങനെ അലിയുടെ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഫാത്തിമയുമായുള്ള പിണക്കം നന്നാക്കി. ഫാത്തിമ ബീവി വഫാത്താകുന്നതിന് മുമ്പുള്ള രാത്രി ഇത് ഓർത്തിട്ട് പറഞ്ഞു, ഞാൻ അന്നങ്ങയെ ബുദ്ധിമുട്ടിച്ചല്ലേ. നിങ്ങളൊരു പാവം, നിങ്ങളൊരു സാധു, സ്വർഗത്തിന്റെ നേതാവ്. ഞാൻ അങ്ങയെ അന്ന് വിഷമിപ്പിച്ചത് കൊണ്ടല്ലേ അന്നങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പള്ളിയിൽ കിടക്കേണ്ടി വന്നത്. നിങ്ങൾ എന്നോട് പൊറുക്കില്ലേ? ഫാത്തിമ ചോദിച്ചു കരയാൻ തുടങ്ങി. ഓരോ കാര്യവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കരഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തു. ഫാത്തിമയോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? നീ എന്താ ഇങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ഇനി അധികം ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഉപ്പയെ ഞാൻ ഇടക്കിടക്ക് സ്വപ്നം കാണുന്നു. എന്റെ ഉപ്പ എന്നെ വിളിക്കുന്നു. എന്റെ ഉപ്പ വഫാത്താകുമ്പോൾ എന്നോട് പറഞ്ഞത്, മോളെ, എന്റെ വീടിന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നീയായിരിക്കുമെന്നാണ്. അതുകൊണ്ട് അധികം ഞാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ആ രാത്രി ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ പൊരുത്തക്കേടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് അവസാനമായ ഒരു കാര്യം പറയുകയാണ്. അന്ന് അബൂജഹലിന്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, ആ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. ഞാൻ ഉടനെ എന്റെ ഉപ്പാന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ആ വിവരം പറഞ്ഞപ്പോൾ എനിക്ക് വേദനയുണ്ടെന്ന് തോന്നിയപ്പോൾ വാപ്പാക്ക് വല്ലാതെ വേദനിച്ചു. നിസ്കാരം കഴിഞ്ഞ പാടെ മിമ്പറയിൽ കയറി നിന്നിട്ട് ആരെങ്കിലും എന്റെ മകളെ വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചുവെന്ന് എന്റെ വാപ്പയോട് പറയിപ്പിച്ചത് ഞാനായിരുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കില്ലേ എന്ന് ചോദിച്ചു. ഫാത്തിമ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ഫാത്തിമ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്തതിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. നിങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വിവാഹം കഴിക്കണം. അതാണ് ഫാത്തിമയുടെ ആഗ്രഹം. ലോകത്തൊരു പെണ്ണും പറയാത്ത വർത്തമാനം, ലോകത്തൊരു സ്ത്രീയും പറയാത്ത വർത്തമാനം അന്ന് ഞാൻ ആ ചെയ്തതിന് പകരം ഞാൻ വീട്ടുകയാണ്. ഞാനിത് ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ഞാൻ വഫാത്തായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങളുടെ ഒരു ഭാര്യയുടെ കൂടെ കഴിയണം. അതാണ് എന്റെ ഇഷ്ടം. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞ് ഫാത്തിമ അറയിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്. അവരുടെ അവസാനത്തെ രാത്രിയായിരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല അവസാന രാത്രിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഉമ്മു റാഫിനെയും അസ്മാഇനെയും വിളിക്കാൻ പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയുടെ ആജ്ഞപ്രകാരം അവർ രണ്ടുപേരും വന്ന് വീട്ടിലേക്ക് വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, എന്നെ ഒന്ന് കുളിപ്പിച്ചു തരണം. അവർ രണ്ടുപേരും കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചു. ക്ഷീണിച്ചവശയായി കിടക്കുകയാണ്. എന്റെ ശരീരത്തിന് ക്ഷീണം വന്നത് ടെൻഷൻ കാരണം. എന്താണ് ടെൻഷൻ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇനി ഞാനിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല.
എനിക്ക് വന്ന് എൻ്റെ എല്ലാ സമയത്തും എന്നോടൊപ്പം നിന്ന് എൻ്റെ ഉപ്പ എനിക്ക് ചുംബനം നൽകാറുള്ള എൻ്റെ ഉപ്പയിൽ ഇനി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ടെൻഷൻ ശരീരത്തെ തളർത്തിക്കളഞ്ഞു. എഴുന്നേറ്റ് നടക്കാൻ പോലും ഫാത്തിമ ബീവിക്ക് കഴിയുന്നില്ല. അസ്മാഉം അതേപോലെ ഉമ്മു റാഫിഉം വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മക്കളുണ്ട് അടുത്ത്. ആ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു. അവരുടെയൊക്കെ കവളത്ത് ചുംബനമർപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് പൊന്നാവർ റസൂലുള്ളാഹിന്റെ പൊന്നാര മകൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നാളെ സ്ത്രീകളെ നയിച്ചുകൊണ്ട് പോകുകയുണ്ട് എന്റെ മകളെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗീയ രാജ്ഞി ലോകത്തോട് വിട പറയുകയാണ്. മഹാനായ സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറയുന്നു. വാർത്തയാകമാനം പരന്നു. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകൾ ഈ രംഗം കണ്ട് പൊട്ടി കരയാൻ തുടങ്ങി. മഹാനവറുകൾ ഇങ്ങനെ ചെറിയ പദ്യം ചൊല്ലിക്കൊണ്ടായിരുന്നു ആശ്വസിച്ചത്. കുല്ലു ജിതിമാഇൻ ലിൽ ഖലീലൈ കുല്ലു ജിതിമാഇൻ ലിൽ ഖലീലൈനി ഫിർഖതു വകുല്ലു ല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു വഇന്ന ഇഫ്തിഖാദി അഹ്മദൻ വഇന്ന ഇഫ്തിഖാദി ഫാത്തിമൻ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദുമ ഖലീലു. എല്ലാ സംഗമത്തിനും വിട്ട് എല്ലാ ഒരുമിച്ചു ചേരലിനും വിട്ടുപിരിയലുണ്ട്. എല്ലാ സംഘവും ഒരുമിച്ചു ചേരുന്ന സംഘവും പിരിച്ചുവിടപ്പെടും. എല്ലാ സൗഹൃദവും മറ്റുപോകും. വിട്ടുപിരിയുക എന്നത് ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും ചെറുതാണ്. എന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്നത് എന്റെ ഫാത്തിമയുടെ വേർപിരിയലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപിരിഞ്ഞത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ വേർപിരിഞ്ഞിരിക്കുകയാണ്. കരളിന്റെ കഷ്ണം. ഫാത്തിമ ബീവി എന്നോട് വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇത് തന്നെ ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലോ. ഒരാളും ശാശ്വതമായി ഒരുമിക്കുകയില്ല, ജീവിക്കുകയില്ല. എല്ലാ കാലവും സൗഹൃദം നിലനിൽക്കുകയില്ല എന്നതിന് തെളിവാണെന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹപ്പോൾ ഓർത്തുപോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അവസാനത്തെ രാത്രിയിൽ ഒരു വസിയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഫാത്തിമ ബീവി വഫാത്തായപ്പോഴാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ഓർക്കുകയായിരുന്നു. എന്തായിരുന്നു അവസാനത്തെ രാത്രി അവസാനം ചെയ്ത വസിയത്ത് എന്തായിരുന്നു എന്നറിയുമോ? അലിയോട് പറഞ്ഞു, സഹോദരിമാരെ, ആധുനിക ലോകത്ത് പാശ്ചാത്യ വേഷങ്ങൾ മുസ്ലിം സമുദായത്തെ സംസ്കാരത്തെ മാറ്റിമറിച്ച കാലഘട്ടത്തിൽ ഫാത്തിമ ബീവിയുടെ വസിയത്ത് കേൾക്കേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ രാത്രിയെ കൊണ്ടുപോയി കബറടക്കം ചെയ്യാവോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ രാത്രിയാണ് കബറടക്കം ചെയ്യേണ്ടത്. അധിക ആളുകളൊന്നും അറിയണ്ട. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എന്റെ ശരീരം ഇതുവരെ ഒരു അന്യപുരുഷനും കാണാൻ ഇടവന്നിട്ടില്ല. ഇതുവരെ ഒരു അന്യപുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ കഫംപുട പോലും ഞാൻ മരിച്ചിട്ട് എന്നെ കഫം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പകലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പകലിന്റെ വെളിച്ചത്തിൽ എന്റെ കഫംപുട ആളുകൾ കാണാനിടവരും. എന്റെ കഫംപുട പോലും ആർക്കും കാണിച്ചു കൊടുക്കണ്ട എന്ന് അവസാനം സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്തു. മഹദി ഫാത്തിമ വസിയത്ത് ചെയ്ത വസിയത്ത് അലി റളിയല്ലാഹു അൻഹു ഓർത്തു പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ വാക്ക് അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയോടനുബന്ധമായി വഫാത്താവുകയാണ്. രാത്രി തന്നെ കൊണ്ടുപോയി കബറടക്കം ചെയ്യുകയാണ്. അധിക ആളുകളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ചില ആളുകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ രാജ്ഞിയെ കുറിച്ച് പറയുന്ന ഈ സമയം അവസാനം ഈ ഉമ്മത്തിൽ
ഉമ്മത്തിനോടുള്ള വസിയത്ത് ഒന്നേ ഉണ്ട് മാത്രമാണ്. ഈ ഉമ്മത്തിലെ സഹോദരിമാരോട് അവരത്തെ വെളിച്ചത്ത് കാണിക്കുന്നവർക്ക് സ്വർഗീയ രാജ്ഞിയോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാനും കഴിയില്ലെന്ന് മാത്രമല്ല, വലാ യജിദുന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കഫംബുട പോലും ആർക്കും കാണിച്ചു കൊടുക്കരുത്. ഇതായിരുന്നു സ്വർഗീയ രാജ്ഞിയുടെ അവസാനത്തെ വസിയത്തിന്റെ സഹോദരങ്ങളെ. മഹ്ശറയിലേക്ക് എങ്ങനെയാ ഫാത്തിമ ബീവി കടന്നു വരുന്നത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഫാത്തിമ രക്ഷപ്പെട്ടു. ഫാത്തിമ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞത്, ശ്രദ്ധിക്കൂ ഹദീസ്, ഇന്ന ഫാത്തിമ ഹസ്വനത് ഫർജഹാ, അവൾ അവളുടെ ഗുഹ്യ സ്ഥാനം സംരക്ഷിച്ചു, അവൾ അവളുടെ ഔറത്ത് ശരിക്കും മറച്ചു. ഫഹറമല്ലാഹു ദുർരിയതഹാ ലന്നാർ, അത് കാരണം എന്റെ ഫാത്തിമയെയും ഫാത്തിമയുടെ സന്താനങ്ങളെയും അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔറത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിനുള്ള സന്ദേശം, മുത്തുനബിയുടെ സന്ദേശം, എന്റെ ഫാത്തിമ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം എന്റെ ഫാത്തിമയുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് അല്ലാഹു പറയാൻ കാരണം ഹസ്സനത് ഫർജഹാ, അവൾ ശരിക്കും ഔറത്ത് മറച്ചതാണ്. ഒരന്യ പുരുഷന് തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അവളെ കാണിച്ചു കൊടുത്തില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എന്റെ മകൾ സ്വർഗത്തിലേക്ക്, മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതും ഒരന്യ പുരുഷന്റെയും നോട്ടം കിട്ടാതെ തട്ടാതെയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, നാദാ മുനാദിൻ മിൻ ബത്നാനിൽ അർശി, അർശിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, ഓ മഹ്ശറയിലുള്ള ആളുകളെ, നക്കിസൂ റൂസകും, എല്ലാവരും തല താഴ്ത്തുക, വഗല്ലു അബ്സാറകും, എല്ലാവരും കണ്ണടക്കുകയും ചെയ്യുക, ഹത്താ തമുറ ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്സിറാത്ത്. ഇദാ റസൂലുള്ളാഹിന്റെ മകൻ തന്റെ മേനിയുടെ ഒരൽപഭാഗം പോലും ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത, അലിക്കല്ലാതെ കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹിന്റെ മുമ്പിലല്ലാതെ മേനിയുടെ ഒരു ഭാഗം പോലും പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ഫാത്തിമ കടന്നു വരുന്നുണ്ട് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് എല്ലാവരും തല താഴ്ത്തു, കണ്ണടക്കൂ എന്ന വിളിയാളമുണ്ടാകും. എവിടെ? ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ. ഫതമുറു മഅ 70,000 ജാരിയ മിനൽ ഹൂറിൻ, ഹൂറികളിൽപ്പെട്ട 70,000 പെൺകുട്ടികൾ മഹാമഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചുറ്റുഭാഗത്തു നിന്നിട്ടാണ് ഫാത്തിമ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന സന്ദേശം 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ വേഷവിധാനം വലിച്ചെറിഞ്ഞ പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വേഷവിധാനം കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയ എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് സന്ദേശമാകട്ടെ, നിങ്ങൾക്ക് സന്ദേശമാകട്ടെ. റിളവാന തെരി ജന്നത്ത് മേ മേരാ ജീ നഹീ ലഗ്താ, മൈ തോ യഹാ ഗുംബദ് ഖസ്റാ നഹീ ദേഖാ. അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകാതെ, ഫാത്തിമ ബീവിയെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയിണക്കാതെ, സ്വർഗമുണ്ടെന്ന് വിചാരിക്കുന്നത് സ്വർഗീയ രാജ്ഞിയോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കാമെന്ന വ്യാമോഹം വെറുതെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുത്തു തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മെ എല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.